നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മുഖത്ത് നോക്കി ഇത്രയൊക്കെ പറഞ്ഞു നിന്നെ അധിക നാൾ ഈ കൈലാസത്തിൽ വാഴിക്കില്ല ഞാൻ. പൂജാമുറിയിൽ വെച്ചിരുന്ന ലോക്കറ്റ് കാണാതെ പോയി. അതിനെ ചൊല്ലി എന്റെ വീട്ടില് വലിയ പ്രശ്നം ഉണ്ടായി. അമ്മേ, ഞാൻ പൂജാമുറിയിൽ വെച്ചിരുന്ന ലോക്കറ്റ് കണ്ടോ? ഏത് ലോക്കറ്റ്? മാളൂന് കൊടുക്കാൻ ഞാൻ വാങ്ങിയ ഡയമണ്ട് ലോക്കറ്റ്. നീ വാങ്ങിയ ലോക്കറ്റ് എന്നോട് എത്ര ചോദിക്കുന്നത്? നീ അത് എന്നെ ഏൽപ്പിച്ചിരുന്നോ? അതല്ല, ഞാൻ ഇന്നലെ പൂജാമുറിയിൽ വെച്ചിരുന്നതാ, ഇപ്പൊ കാണുന്നില്ല. ലക്ഷങ്ങളുടെ വിലയുള്ള ലോക്കറ്റ് നീ നശിപ്പിച്ചല്ലേ? ഞാൻ എന്ത് ചെയ്തെന്നാ? ഭഗവാന്റെ മുന്നിൽ പൂജിക്കാൻ വെച്ചതാ, ഇപ്പൊ അത് കാണുന്നില്ല. അമ്മയോട് മാത്രമേ ഞാൻ അതേപ്പറ്റി പറഞ്ഞിട്ടുള്ളൂ. എന്താ, ഞാൻ മോഷ്ടിച്ചെന്നാണോ നീ പറഞ്ഞു വരുന്നേ? എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. നിനക്കിപ്പോൾ എന്നെ കള്ളിയാക്കണം അല്ലേ? അതിനുവേണ്ടി മനഃപൂർവ്വം നീ ഉണ്ടാക്കിയ സിറ്റുവേഷൻ അല്ലേ ഇത്? എന്റെ ദൈവമേ, ഇത് വലിയ കഷ്ടായല്ലോ. എന്താ ഇവിടെ? ഏത് സമയം നിങ്ങൾ തമ്മിൽ വഴക്കാണല്ലോ. ഇവിടുത്തെ സമാധാനം കളയുവാണല്ലോ ഇവിടെ ലക്ഷ്യം. അതല്ല മഹിയേട്ടാ, മോക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിയ ആ ലോക്കറ്റ് ഇല്ലേ, അതിപ്പോ കാണുന്നില്ല. അതെവിടെ പോയി? അറിയില്ല, പൂജാമുറിയിൽ വെച്ചിരുന്നതാ. ഇവക്കിപ്പോ എന്നെ കളിയാക്കി നിന്റെ അടുത്തൊന്ന് അകറ്റണം. അതിനുവേണ്ടിയോ ഓരോന്നും കാട്ടിക്കൂട്ടുന്നത്? അല്ലെങ്കിൽ കുഞ്ഞിന് വാങ്ങിയ ലോക്കറ്റ് പൂജാമുറി വെക്കുന്ന എന്തിനാ? എന്താ ഗൗരി ഇത്? മഹിയേട്ടാ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയതാ ആ ലോക്കറ്റ്. എങ്കി പിന്നെ നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തതാവും. ലക്ഷങ്ങൾ വിലയുള്ളതല്ലേ? എന്നിട്ട് കാണാനില്ലെന്ന് പറഞ്ഞൊരു നാടകം കളിച്ചാ മതിയല്ലോ. ദേ അമ്മ, വൃത്തികേട് പറയരുത്. ഞാനാണോടി വൃത്തികേട് പറയുന്നത്? നീ ഇന്നലെ എന്തൊക്കെ എന്നോട് പറഞ്ഞത്? അതൊക്കെ ഞാൻ എന്റെ മോനോട് പറഞ്ഞാലേ ഈ വീട്ടിൽ നിന്നും അവൻ തന്നെ നിന്നെ ഇറക്കി വിടും. ഞാൻ അറിയാതെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അതെ മോനെ, നീ ഒരു പാവുക. അതാ ഇവള് നിന്നെ ഇങ്ങനെ പറ്റിക്കുന്നത്. നീ വിഷമിക്കാതിരിക്കാനാ ഞാൻ പലതും നിന്റെ അടുത്തൊന്നും മറച്ചു വെക്കുന്നത്. അത് ശരിയാ, അതുകൊണ്ടാ ഞാൻ ഒന്നും മഹിയേട്ടനെ അറിയിക്കാത്തത്. എന്റെ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത് വരെ ഇവള് കണക്ക് പറഞ്ഞു. അത് നിനക്കറിയൂ മോനെ? ഗൗരി, നീ നിന്റെ നില മറക്കരുത്. രാഹുലും രശ്മിയും എന്റെ കൂടപ്പിറപ്പുകൾ തന്നെയാ. അവരെ മാറ്റി നിർത്തിയ ഒരു വർത്തമാനം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ഞാനത് ക്ഷമിക്കില്ല. മഹിയേട്ടാ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. അമ്മ ഓരോന്നും പറഞ്ഞ് വേദനിപ്പിച്ചപ്പോ അറിയാതെ. വേണ്ട, കൂടുതൽ വിവരിക്കണ്ട. ഇനി ഇങ്ങനെ ഉണ്ടായാൽ പിന്നെ നിനക്ക് എന്റെ ജീവിതത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. മഹി പറഞ്ഞത് നീ കേട്ടല്ലോ. എന്നെ കുറിച്ച് നീ എന്തു പറഞ്ഞാലും അതൊന്നും എന്റെ മകന്റെ തലയിൽ കേറില്ല. പിന്നെ ഞാൻ കഴിഞ്ഞുള്ള സ്ഥാനമേ നിനക്കുള്ളൂ. അതിപ്പോ അവന്റെ ജീവിതത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം. ലക്ഷങ്ങൾ വിലയുള്ള ആ ലോക്കറ്റ് അത് നീ തന്നെയാ മോഷ്ടിച്ചത്. അത് തിരിച്ചു കൊണ്ടുവരേണ്ടത് നീയാ. അല്ലെങ്കിൽ ഗൗരി, നീ അനുഭവിക്കും. ലോക്കറ്റിന്റെ കാര്യം ആവർത്തിച്ച സ്ഥിതിക്ക് ഗ്യാസിന്റെ കാര്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾക്കുള്ളൊരവസരം. ഒന്ന് ശ്രമിച്ചു നോക്കാം.
ശരി, ശ്രമിച്ചു നോക്കാം. അവരെന്താ ചെയ്യുന്നേന്ന് അറിയാലോ. അല്ല, നീരെന്താ ഇൻഡക്ഷൻ കുക്കറിൽ പാചകം ചെയ്യുന്നത്? അത് പിന്നെ ആന്റി ഗ്യാസ് തീർന്നു. ഗ്യാസ് തീർന്നോ? എന്നിട്ടെന്താ നീ എന്നോട് പറയാതിരുന്നത്? ഞാനത് പറയാൻ മറന്നതാ. നീ എന്താ ഗംഗേ, കെട്ടിലമ്മയായിരുന്ന ഭാവമാണോ? പണ്ടിവിടുത്തെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടെ ചെയ്തത് മഹിയുടെ പ്രീതി പിടിച്ചു പറ്റാനായിരുന്നു അല്ലേ? അയ്യോ ആന്റി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. സോറി. നിന്റെ നാടകമൊന്നും എന്റെ മുമ്പിൽ വേണ്ട. മര്യാദയ്ക്ക് അടുക്കളക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നിനക്ക് കൊള്ളാം. അല്ലെങ്കിലേ ഇനി മുതൽ നീ ഒരിക്കലും ഗ്യാസിൽ പാചകം ചെയ്യില്ല. അടുപ്പിൽ വിറക് വെച്ച് കത്തിക്കേണ്ടി വരും. മഹിയുടെ ഭാര്യ പദവി കിട്ടിയെന്ന് കരുതി കൈലാസത്തിലെ സർവാധികാരിയായെന്ന് തോന്നുന്നുണ്ടെങ്കിലേ അത് വെറുതെയാ. നിലത്ത് നിന്നാൽ ഇവിടെ ജീവിക്കാം. അല്ലെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. തൽക്കാലം ഗ്യാസിന് ഞാൻ ഓർഡർ ചെയ്യാം. ഗൗരി ചേച്ചി പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ സംഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഗൗരി ചേച്ചിക്ക് സംഭവിച്ചത് തന്നെ എനിക്ക് സംഭവിക്കോ? എന്തായാലും ഇതിന്റെ പിന്നിലെ സത്യം കണ്ടെത്തുക തന്നെ വേണം. ഗംഗേ, എന്താ ആന്റി? ഗംഗേ, ദേ ഗ്യാസ് വന്നിട്ടുണ്ട്, എടുത്തകത്ത് വെക്കേ. ഞാനോ? പിന്നാരാ? വേറെ ആരെങ്കിലും വരുമോ ഇതെടുത്ത് വെക്കാൻ? അത്രയ്ക്ക് വെയിറ്റ് ഒന്നുമില്ല, എടുത്തു വെക്കേ. യോ, നല്ല വെയിറ്റ് ഉണ്ട്. നിനക്ക് തോന്നുന്നതാ, അങ്ങ് പിടിച്ചാ മതി, കുഴപ്പമില്ല. എടുത്തോണ്ട് പോകെങ്ങേ, എന്താ നോക്കി നിക്കുന്നേ? ഈ കൈലാസത്തിൽ ഒരു രാജ്ഞിയെ പോലെ സുഖിച്ചു വാഴാന്നാണ് നിന്റെ ചിന്തയെങ്കിൽ അത് നടക്കില്ല മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.